തമിഴ് വംശജരെ കൂട്ടക്കൊല ചെയ്യുന്ന ശ്രീലങ്കയോടുള്ള നിലപാടിൽ ഇന്ത്യ മാറ്റം വരുത്തിയില്ലെങ്കിൽ യുപിയെ വിടുമെന്ന് DMK ഭീഷണി മുഴക്കിയതോടെയാണ് 3 കേന്ദ്രമന്ത്രിമാർ ചെന്നൈയിലെത്തിയത്. CIT കോളനിയിലെ കരുണാനിധിയുടെ വസതിയിൽ വൈകിട്ട് 5:30 കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, ഗുലാം നബി ആസാദ്, P ചിദംബരം എന്നിവരെത്തി. ഐക്യരാഷ്ട്രസഭയിൽ ശ്രീലങ്കയ്ക്കെതിരെ അമേരിക്ക കൊണ്ടുവരുന്ന പ്രമേയത്തിൽ നരഹത്യാ കുറ്റം, രാജ്യാന്തര ഏജൻസിയുടെ അന്വേഷണം എന്നീ ഭേദഗതികൾ കൂടി ഇന്ത്യ നിർദ്ദേശിക്കണമെന്നാണ് കരുണാനിധിയുടെ ആവശ്യം. 2.25 മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ തീരുമാനമൊന്നുമായില്ലെന്ന് ഗുലാം നബി ആസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. കരുണാനിധിയുടെ ഭേദഗതി നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. We'll get back to Delhi and report to the Prime Minister and Congress President. താൻ നിർദ്ദേശിച്ച ഭേദഗതികൾ പ്രത്യേക പ്രമേയമാക്കി പാർലമെന്റിൽ പാസാക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രിമാർ ഉറപ്പു നൽകിയതായി കരുണാനിധി മാധ്യമങ്ങളോട് പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ പ്രശ്നം തമിഴകത്ത് പ്രചാരണ വിഷയമാകും. കേന്ദ്രമന്ത്രിതല സംഘവുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിലും തമിഴരുടെ പൊതുവികാരമെന്ന നിലയിൽ ലങ്കൻ പ്രശ്നത്തിൽ കൃത്യസമയത്ത് ഇടപെട്ടും സമ്മർദ്ദതന്ത്രം പയറ്റിയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കരുണാനിധിക്ക് കഴിഞ്ഞു. ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദീർ അജ്മൽ, ചെന്നൈ, ഇന്ത്യ വിഷൻ.